ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉല്ലാസ് പീച്ചി, ഉല്ലൂസ് ഫിഷിംഗ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡേറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2024 ഡിസംബർ 24-ാം തീയതി. നാളെ നമ്മുടെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്ന് ഡേ നൈറ്റ് തങ്ങി ഒരു 3 ദിവസം തങ്ങി മീൻ പിടിച്ച് കൊണ്ടുപോകണ വീഡിയോ, വിൽക്കണ വീഡിയോ നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം 64 കിലോ 70 കിലോ മീനോളാണ് ഞാനും സുരേഷും കൂടിയിട്ട് എന്തായാലും പിടിച്ചത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം. അന്ന് 23-ാം തീയതി ആ മീൻ വിറ്റതിന് ശേഷം വീണ്ടും ഞങ്ങൾ 3 മണിക്ക് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഇവിടെ എത്തി ചൂണ്ടിട്ടു. ഇന്നിപ്പോൾ 24-ാം തീയതി 2 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നലെ നൈറ്റും ഇന്നും കൂടി പിടിച്ച മീനുകൾ ഞങ്ങൾ കാണിച്ചു തരാം. എന്തായാലും ഒരു ഏകദേശം 20 കിലോ മീനോളം ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 20 കിലോ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂലിക്കാശ്, ഞങ്ങളുടെ രണ്ടുപേരെയും കൂലിക്കാശ് ഓക്കെയാണ്. ഞങ്ങളുടെ ചിലവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കൂലിക്കാശായി. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളെ നമുക്ക് വെള്ളത്തിൽ തന്നെ വലസഞ്ചിയിലാക്കി നമ്മൾ ജീവനോടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മീനുകളെ മൊത്തം എടുക്കാം. ആദ്യമായിട്ട് ചെറു സൈസ് ചൂളീനെ നമ്മൾ വേറെ ഒരു സഞ്ചിക്കകത്ത് മാറ്റി ഇവിടെ ഒരു ചെറിയ ഇതിനകത്ത് ആക്കിയിട്ട് വെക്കുകയാണ്. കുറച്ചുള്ളോ 1 കിലോ. ഇതിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കറി വയ്ക്കാനും വറക്കാനും ഉള്ളത് എടുത്ത്, അപ്പോൾ ബാക്കിയുള്ളതാണ് കുറച്ച് തുള്ളിയുള്ളൂ. ഒരു 4 ഞങ്ങൾ കറി വയ്ക്കാനും വറക്കാനൊക്കെ ആയിട്ട് എടുത്ത്. ഇനി ബാക്കിയുള്ള നല്ല വെയിലുണ്ട്. ഒന്ന് കാത്തി പിടിക്കും ഏകദേശം ഇതൊരു 16 കിലോ ഒക്കെ ഏകദേശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് തൂളി കിട്ടിയിട്ടുണ്ട്. തൂളിയല്ല, ഒരു വിധം വലിപ്പമുള്ള റോഹ് കിട്ടിയിട്ടുണ്ട്. അവനെ നമ്മൾ ഇവിടെ സേഫായിട്ട് കെട്ടിയിട്ടേക്കാണ്. ഇനി അവനെ എടുക്കാം. ഉടക്കുന്നുണ്ടെന്ന് ആ കുറ്റി പഴക്കിയാൽ മതി. ചേട്ടൻ വീഴും. കരട് പൊട്ടുമോ? കരട് പൊട്ടാറ ഇഞ്ചിട്ടാ. ഇതാണ് നമുക്ക് കിട്ടിയേക്കണേ ഏറ്റവും വലിയ റോഹ്. ഏകദേശം ഒരു 5 കിലോ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും നമുക്കിതിൻ്റെ മൊത്തം തൂക്കം എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് ഇടയ്ക്ക് നമ്മൾ മീനിൻ്റെ ഓർഡറുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ സെപ്പറേറ്റ് തൂക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഡിസംബർ 24-ാം തീയതി ഉള്ള വരവും ഞങ്ങളുടെ മോശമായിട്ടില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയണത്, നിങ്ങളൊരു ചൂണ്ടയിടൽ ഒരു സാമ്പത്തിക സ്രോതസ്സാണ്. പണിയില്ലാത്തവർക്ക്, അത്യാവശ്യം ചെറിയ വരുമാനമുള്ളവർക്ക് ഒരുവിധം തരക്കേടില്ലാത്ത രീതിയിൽ കുടുംബം കഴിഞ്ഞ് പോകാനുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടും. നിങ്ങളിത് കാണണ്ടല്ലോ, എൻ്റെ പച്ചയായ ജീവിതമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വരുമാനം കാണിച്ചതിന് ശേഷം, ഒരു സീസണിലെ വരുമാനം കാണിച്ചതിന് ശേഷമാണ് നിങ്ങളെ ഇത് പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആകർഷണീയമായി തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലുള്ള എൻ്റെ പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ തുടർന്ന് നമ്മൾ ഈ ഒരു കൊല്ലം മുഴുവൻ മീൻ പിടിച്ച് വിൽക്കണ വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു കൊല്ലത്തെ ഞങ്ങളുടെ വരുമാനം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ഗസ് ചെയ്യണ ഗൈസ്.
അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കിട്ടിയ മീനൊക്കെ സുരേഷിൻ്റെ വണ്ടിയിൽ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് പറഞ്ഞ തൂക്കം അല്ല മീൻ എന്നാണ് തോന്നുന്നത്. കാരണം ഒറ്റയ്ക്ക് ഞാനത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ 2 സഞ്ചിയിലാക്കിയിട്ടാണ് മീൻ അവിടെ നിന്ന് ചുവന്നുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് സ്റ്റിക്ക് നമ്മൾ ഡാമേജ് ആയതുണ്ട്. ഇത് കൊണ്ടുപോയി നന്നാക്കാനുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു സാധനം പോയി. എന്നിട്ട് അതിൻ്റെ പേരും മറന്നുപോയി. എന്നിട്ടാ എന്താ കുന്തം പേര് പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അത് ശരിയാക്കണം. അപ്പോൾ അത് കാരണം 2 സ്റ്റിക്ക് നമ്മൾ തിരിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി മീനിൻ്റെ ഓർഡർ പ്രകാരം ഓർഡറുള്ളവർക്ക് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് നമ്മൾ 250 രൂപയാണ് ഇന്ന്, ക്രിസ്മസ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 200-ൽ തുടങ്ങി മാക്സിമം 250 രൂപയ്ക്ക് മുകളിലേക്ക് നമ്മൾ മീൻ വെക്കുന്നില്ല. അതായത് ചാളയ്ക്ക് 400 ആണെങ്കിൽ നമ്മുടെ മീൻ 250. എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സിന് 100% ലാഭമാണ്. ഇപ്പോഴും ഈ മീൻ ചതട്ടില്ല, നിങ്ങൾ കാണണ്ടാവും ഇപ്പോൾ ഈ ചാക്കിൽ കിടന്ന് പെടയുന്നത്. അപ്പോൾ നമ്മൾ പിടിച്ചിട്ട് വലസഞ്ചിയിലാക്കി വെള്ളത്തിൽ അവിടെ കെട്ടിയിടുകയാണ്. ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ മീൻ വിൽക്കുന്ന സ്പോട്ടിൽ നമ്മുടെ നാട്ടിലെത്തും. അപ്പോൾ ഐസ് പോലും ഇടാതെയാണ് നമ്മൾ മീൻ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. നാളെ ക്രിസ്മസാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ മുൻകൂട്ടി നേരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ സജി സാറിൻ്റെ കടയിൽ ചെന്നിട്ട് മീനിൻ്റെ തൂക്കം മൊത്തം എടുത്തത് എന്തായാലും നിങ്ങളെ കാണിക്കാം. അതിനിടയ്ക്ക് നമ്മുടേതായ ഏതെങ്കിലും കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ തൂക്കി കൊടുക്കും. അപ്പോൾ അത് തൂക്കം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയാം. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോ ഇന്നലെ നിങ്ങൾ കണ്ടു. 64 കിലോ മൊത്തം 70 കിലോ മീനാണ്. ഞങ്ങൾ ലോക്കലിൽ കുറച്ച് വിറ്റിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത് സാരില്ല, അത് പോട്ടെ. നമ്മളവിടെ തൂക്കം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന തൂക്കമാണ് നമ്മുടെ പെർഫെക്റ്റ്. അപ്പോൾ ഇന്നലെ 64 കിലോ ആണെന്നാണ് എൻ്റെ വിചാരം. ബാക്കി ഇന്ന് അപ്പോൾ ഈ 2 ദിവസത്തെ മൊത്തം മീനിൻ്റെ തൂക്കം അടുത്ത വീഡിയോയിൽ പറയാം. ഈ 2 ദിവസം കൊണ്ടുള്ള ഞങ്ങളുടെ വരുമാനം എത്രയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇനി സജി സാറിൻ്റെ അടുത്ത് മൊത്തം തൂക്കം നോക്കാം റബ്ബർ ഷീറ്റ് കടയിലേക്ക്. അപ്പോൾ ബായ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സജി സാറിൻ്റെ കടയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനുകൾ 2 സഞ്ചിയിലാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് മീൻ മൊത്തം ഒന്ന് തൂക്കം നോക്കാം. അപ്പോൾ എത്ര കിലോ ഉണ്ടെന്നുള്ളത് നമ്മുടെ അത് കുഴപ്പമില്ല. മീൻ ഇതൊക്കെയാണ് നമ്മുടെ മീൻ. അപ്പോൾ നമുക്ക് 29,950. അപ്പോൾ 1 കിലോ നമുക്ക് സഞ്ചിയുടെ ഇത് ഒക്കെ കുറയ്ക്കാം. അപ്പോൾ 1 കിലോ കുറയ്ക്കാം. 28 കിലോ ഓളം മീനാണ് നമുക്ക് ഇന്നത്തെ നമുക്ക് കിട്ടിയേക്കണം മൊത്തം. അപ്പോൾ ഇനി നമ്മൾ അത് സെപ്പറേറ്റ് തൂക്കം നോക്കി ഓർഡർ പ്രകാരമുള്ള വ്യക്തികൾക്ക് നമുക്ക് കൊടുക്കുന്നു. ഏകദേശം എല്ലാ മീനുകളും സെയിലായിട്ടുണ്ട്. കുറച്ച് മീനുകൾ മാത്രമാണ് ബാലൻസുള്ളത്, ഒരു 3-4 മീനുകൾ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് തൂക്കം നോക്കാം. ഒത്തിരി സമയം എടുക്കും. അപ്പോൾ വീണ്ടും